പെയ്തൊഴിയുന്ന ദുരിതങ്ങളിൽ നിന്ന് മോചനം തേടിക്കൊണ്ട് പുതിയൊരു ലോകത്തെ സ്വപ്നം കാണുന്ന മലയാളിയുടെ നിറമനസ്സിൻ്റെ പ്രതീകമായി വടക്കൻ കേരളത്തിൽ പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കാൻ വീടുകളിൽ ചിങ്ങവെള്ളമൊരുക്കുന്നു. ചിങ്ങസംക്രമം മുതൽ ചിങ്ങ അവസാനം വരെ ഓരോ പുലരിയിലും പടിഞ്ഞാറ്റയിൽ നിറകുംഭമായി ചിങ്ങവെള്ളം ഒരുക്കി വയ്ക്കും. വീട്ടുപറമ്പിലെ കിണറിൽ നിന്ന് വെള്ളം കോരുന്നു. ആദ്യം കോരിയെടുത്ത വെള്ളമാണ് ചിങ്ങവെള്ളത്തിന് ഉപയോഗിക്കുന്നത്. ഈ വെള്ളം സൂര്യന് നേരെ 3 തവണ തർപ്പണം ചെയ്ത ശേഷം തേച്ചു കഴുകി വൃത്തിയാക്കിയ മുരുടയിൽ നിറക്കുന്നു. അതിൽ തുമ്പപ്പൂവും തുളസിയും ഇടുന്നു. ചെറിയൊരു താണൽ പറിച്ച് അതിനെ വായ മൂടുന്നു. വളരെയേറെ ഭക്തിയോടെ ആ നിറകുംഭത്തെ പടിഞ്ഞാട്ടിയിലെത്തിക്കുന്നു. കത്തിച്ചു വച്ച വിളക്കിൻ്റെ മുന്നിലായി നിറകുംഭം വയ്ക്കും. തുമ്പപ്പൂവും തുളസിപ്പൂവും കൊണ്ട് അർച്ചിക്കും. അന്നേ ദിവസം മുഴുവൻ ആ നിറകുംഭം വീടിന് ഐശ്വര്യം ചൊരിയുമെന്ന പ്രതീക്ഷയോടെ പിറ്റേന്ന് രാവിലെ അത് മാറ്റി വീണ്ടും വയ്ക്കും. സൂര്യദേവനെ വരവേൽക്കുന്ന ഒരാചാരമായിട്ടാണ് ചിലർ ഇതിനെ കാണുന്നത്. ചിങ്ങത്തിനെ സൂര്യൻ ബലവാനാണ്, സൂര്യൻ്റെ സ്വന്തം ക്ഷേത്രമാണ് ചിങ്ങമാസത്തെ ജ്യോതിഷികൾ പറയുന്നത്. ഏറ്റവും തെളിച്ച നയനാനന്ദകാരിയായ സൂര്യനായി നമുക്ക് അനുഭവപ്പെടുന്നത് ചിങ്ങമാസത്തിലാണ്. സൂര്യന് മൃതസഞ്ജീവനി ധർമ്മമുണ്ടെന്ന് പഴമക്കാർ പറയുന്നു. ചിങ്ങമാസത്തിലെ ഉദയസൂര്യൻ്റെ രശ്മിയേൽക്കുന്ന വെള്ളം ഏറ്റവും പരിശുദ്ധമായിരിക്കുമെന്നും അത് രോഗാണു വിമുക്തമായിരിക്കുമെന്നും അത് ഒഴിച്ചാൽ ശരീരത്തിലേറ്റ മുറിവുകൾ പോലും ഉണങ്ങുമെന്നും ചിലർ വിശ്വസിക്കുന്നു. ശരീരത്തിന് എന്ന പോലെ മനസ്സിനും മൃതസഞ്ജീവനിയായി തീരുകയാണ് നിറകുംഭം. മലയാളികളുടെ വിശ്വാസമനുസരിച്ച് അഷ്ടമംഗല്യ വസ്തുക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണത്രേ നിറകുംഭം. അതിഥിയെ സൽക്കരിക്കാൻ, ദേവനെ ആരാധിക്കാൻ, മംഗളം അനുഭവിക്കാൻ എല്ലാറ്റിനും നിറകുംഭം പ്രയോജനകാരിയാണ്. പുണ്യതീർത്ഥങ്ങളെ അനുസ്മരിപ്പിക്കുകയാണ് നിറകുംഭം. ശ്രീകൃഷ്ണൻ്റെ ജന്മമാസമാണ് ചിങ്ങം എന്നതുകൊണ്ട് കൃഷ്ണാരാധനയായ ചിലർ ചിങ്ങവെള്ളത്തെ കാണുന്നത്. ആവശ്യത്തിന് ചിങ്ങവെള്ളം വയ്ക്കുന്ന വേളയിൽ മുത്തശ്ശിമാർ ഹരിനാമ കീർത്തനം ചൊല്ലാറുണ്ട്. ചിലർക്കിത് ലക്ഷ്മി പൂജയാണ്. ശ്രീ സൂക്തമാണ് ഈ ചടങ്ങിൽ ഉപയോഗിക്കുന്ന മന്ത്രം. സമുദായങ്ങളും കൂട്ടായ്മകളും മാറുന്നതിനനുസരിച്ച് കൽപ്പിക്കപ്പെടുന്ന ഈശ്വര വിശ്വാസങ്ങൾ ചെറുതായി ഭേദപ്പെടുന്നുണ്ടെങ്കിലും എല്ലാവരും സങ്കല്പിക്കുന്ന, വിശ്വസിക്കുന്ന, പ്രതീക്ഷിക്കുന്ന ഒന്നാണ് വീട്ടിൽ ഐശ്വര്യം കളിയാടണമേ എന്ന്.